നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വാഹന പരിശോധനയിൽ നിന്നും പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും കബളിപ്പിച്ച് രക്ഷപ്പെടാൻ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് മടക്കി വെക്കുന്ന വിദ്യ ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്ത യുവാവിനെ അധികൃതർ വീട്ടിലെത്തി പിടികൂടി. ആലപ്പുഴ ആര്യാട് സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത യുവാവാണ് പിടിയിലായതെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസമാണ് വീഡിയോ വൈറലായത്. ബൈക്കിന്റെ പിൻസീറ്റിലിരിക്കുന്നവർക്ക് നമ്പർ പ്ലേറ്റ് കൈകൊണ്ട് അനായാസം മടക്കി വെക്കാൻ സാധിക്കുന്നതായിരുന്നു ഈ സംവിധാനം. പൾസർ ബൈക്കിന്റെ പിന്നിൽ ഈ സംവിധാനം ഘടിപ്പിച്ച വീഡിയോ ആണ് പ്രചരിച്ചത്. തുടർന്ന് ഈ ബൈക്കിന്റെ RC ഉടമയെ അന്വേഷിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും വാഹനം മറ്റൊരാൾക്ക് വിറ്റതായി കണ്ടെത്തുകയായിരുന്നു. യുവാവ് ബൈക്ക് വാങ്ങി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഫ്രെയിമിൽ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ 1 ലക്ഷത്തിലധികം പേർ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വാഹന പരിശോധനകളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഈ സൂത്രം വികസിപ്പിച്ചെടുത്തതെന്ന് യുവാവ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും യുവാവിനും ബൈക്ക് ഉടമയ്ക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളതിനാലാണ് കർശന നടപടിയെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കാര്യം നിസ്സാരമായി തോന്നാമെങ്കിലും കൊലപാതകങ്ങളും കവർച്ചയും വർദ്ധിച്ചു വരുന്ന കേരളത്തിൽ ഇത്തരം നടപടിയെ ഗൗരവമായി കാണണം. പ്രതിയെ കിട്ടാത്ത എത്രയോ കേസുകളാണ് ഇപ്പോഴും പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും കെട്ടിക്കിടക്കുന്നത്. എത്രയെത്ര പ്രമാദമായ കേസുകളാണ് തെളിവില്ലാതെ തള്ളിപ്പോയത്. ഇതിനെല്ലാം കാരണം അത്യാധുനിക കണ്ടുപിടുത്തങ്ങളാണെന്ന് പ്രചരിപ്പിക്കുന്ന ഇത്തരം ടിക്ടോക്കുകളാണ്. അച്ഛനമ്മമാരുടെ പിന്തുണയോടെ മക്കൾ ചെയ്യുന്ന ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ഭാവിയിൽ കൊള്ളക്കാർക്കേ ഉപകരിക്കൂ. അല്ലാതെ ചന്ദ്രനിൽ ജലസാന്നിധ്യം ഉണ്ടോ എന്നറിയാനുള്ള പരീക്ഷണത്തിന് ഉപകരിക്കില്ല. ഇത് വീട്ടിലുള്ളവർ അറിയണം. കുട്ടികൾ തലതിരിഞ്ഞു പോകുന്നതിന്റെ പ്രധാന കാരണക്കാർ വീട്ടുകാർ തന്നെയാണ്. വില കൂടിയ ബൈക്ക് വാങ്ങി നൽകുമ്പോൾ മാതാപിതാക്കളുടെ കടമ തീർന്നുവെന്നാണ് കരുതുന്നത്. എന്നാൽ അവർ ചെയ്യുന്നത് സമൂഹത്തിനോടുള്ള ഏറ്റവും വലിയ തെറ്റാണ്. പ്രായപൂർത്തിയാകാത്ത പിള്ളേർക്ക് വാങ്ങി നൽകുന്ന ബൈക്കിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻ വരുത്താനാകുമോ അതൊക്കെ നടത്തിയ ശേഷമാണ് നിരത്തിലിറക്കുന്നത്. കണ്ണിൽ കാണാനാകാത്ത വേഗതയിൽ പോകുന്ന ഇവന്മാരുടെ വീട്ടുകാരെ എല്ലാ സമയവും നാട്ടുകാർ വിളിച്ചുകൊണ്ടേയിരിക്കും. പട്ടാപ്പകൽ മാലമോഷണം, കൊലപാതകം തുടങ്ങിയ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ലഹരി മാഫിയ സംഘങ്ങൾ ഉപയോഗിക്കുന്നതും ഇത്തരം ബൈക്കുകളാണ്. ഇടവഴികളിലൂടെ പോകാനും തിരക്കുള്ള റോഡുകളിൽ കുത്തിക്കയറാനും ഇത്തരം ബൈക്കുകൾക്ക് സാധിക്കും. അതിനാൽ പോലീസിന് ഇവരെ പിടിക്കാൻ കഴിയില്ല. എന്നാൽ വണ്ടിയുടെ നമ്പർ മനസ്സിലാക്കാൻ കഴിയും. മിക്ക കേസുകളിലെയും പ്രതികളെ പിടികൂടുന്നത് വാഹനത്തിന്റെ നമ്പർ വെച്ച് RTO ഓഫീസിൽ നിന്നും വിവരം ശേഖരിച്ചാണ്. എന്നാൽ ഇപ്പോൾ അതും സാധ്യമാകില്ല. കുറ്റാന്വേഷണം ആധുനികമാകുമ്പോൾ കൊള്ളക്കാരെല്ലാം ഹൈടെക് ആവുകയാണ്. ഇതിന്റെ പുതിയ വെർഷനാണ് ബൈക്ക് നമ്പർ പ്ലേറ്റ് സ്വന്തമായി മടക്കി വെക്കാൻ കഴിയുന്നത്. എന്നാൽ കള്ളന്മാരുടെ സാങ്കേതിക സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും കേരളത്തിൽ ആൾക്കാരുണ്ടെന്നാണ് ഞെട്ടിക്കുന്നത്. 1 ലക്ഷത്തോളം പേരാണ് ഈ വീഡിയോ ഷെയർ ചെയ്ത് കണ്ടത്. എന്തിനാണ് ഇതിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്? പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനാണോ? അതിന് പോലീസിനെ കണ്ടാൽ രക്ഷപ്പെടുന്നത് എന്തിനാണ്? ക്രമസമാധാനം പാലിക്കാൻ ബാധ്യതപ്പെട്ടവരെ കാണുമ്പോൾ എന്തിനാണ് തിരിഞ്ഞോടുന്നത്? ഇത് പോലീസും ഒന്ന് ചിന്തിക്കണം. സാധാരണക്കാർക്കും നിയമാനുസൃതം ജീവിക്കുന്നവർക്കും പോലീസിനെ പേടിക്കേണ്ട സ്ഥിതിയുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിയമപാലകരെ കണ്ടാൽ ജനം തിരിഞ്ഞോടുന്നത്? ഹെൽമെറ്റ്, ഓവർ സ്പീഡ്, രേഖകളില്ലാത്ത ഇൻഷുറൻസ് മുടക്കം, പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാത്തത്, ഇതൊക്കെയാണ് പോലീസിനെ ഭയക്കുന്ന വിഷയങ്ങൾ. എന്തുകൊണ്ടാണ് ഒരു വാഹനത്തിന് ആവശ്യം വേണ്ടുന്ന ഇക്കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത്? എന്നാൽ അത്യാധുനിക ബൈക്കുകളുള്ളവർക്ക് ഇതൊന്നുമല്ല പ്രശ്നം. പുതിയ ബൈക്കിന് ഈ പറയുന്ന എല്ലാ രേഖകളും ഉണ്ടാകും. പക്ഷേ ഇതിന്റെ വേഗത, അതാണ് പ്രശ്നം. 1 ലിറ്റർ പെട്രോളിൽ 20 കിലോമീറ്റർ മൈലേജുള്ള അത്യാധുനിക ബൈക്കുകൾക്ക് വില ലക്ഷങ്ങളാണ്. 90 മുതൽ 100 കിലോമീറ്റർ സ്പീഡിൽ പോയില്ലെങ്കിൽ കമ്പനി പറയുന്ന മൈലേജ് ഈ വാഹനങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ചെത്ത് പിള്ളേർ പറക്കും. ഓരോ തവണയും ഓവർ സ്പീഡിന് പോലീസ് കേസ് വരേണ്ടെന്ന് കരുതിയുള്ള കണ്ടുപിടുത്തമാകും നമ്പർ പ്ലേറ്റ് മടക്കൽ തന്ത്രം. ഏതായാലും സമൂഹ മാധ്യമത്തിൽ ഇത് വൈറലായത് പോലീസിന് തലവേദനയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.